ശരിക്കും എന്തായിരിക്കും ഈ ഓൺലൈൻ മീഡിയാസിന്റെ ക്യാപ്ഷൻസും ഒക്കെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് തന്നെ റിയാക്ട് ചെയ്തതാണോ? എന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വീട്ടുകാര് എന്റെ അനിയനൊക്കെ ചെറുതല്ലേ, ഞാനൊക്കെ പറയുമ്പോ എനിക്ക് നല്ല ഇടി കൊടുക്കാൻ തോന്നും. ഇടി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അവസാനിക്കണം എന്ന് അറിയില്ല. പിന്നെ നമ്മൾ വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടും, അത് കാണാൻ നാട്ടുകാരുണ്ട്. പിന്നെ ഒരു ലോജിക്കും ഇല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു മീഡിയ പ്ലാറ്റ്ഫോമിലായിരിക്കും ഒരു പോസ്റ്റ് വരിക, പക്ഷെ അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന കേട്ടാ തോന്നും അതിൽ മെൻഷൻ ചെയ്യുന്ന ആക്ടറാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന്. ആക്ടറിന്റെ അടുത്ത് മറുപടി പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയുടെ അടുത്ത് മറുപടി പറയുന്ന പോലെയാണ് ഇതിൽ താഴെ വന്ന് എത്രയോ ആൾക്കാര്. എനിക്കൊരു ഭയങ്കര ഒരു മങ്കി മെന്റാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മാധവ് പക്ഷെ നല്ല കമന്റ്സ് പോസ്റ്റിന് വരുന്നതിന് റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ, സ്വന്തം പോസ്റ്റിന് വരുന്നതിനൊക്കെ. ഞാനും ആ പ്രായത്തിൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് അല്ലേ? ഡയറക്റ്റ് ഉള്ള പരിപാടിയേ ഉള്ളൂ, കമന്റ്സ് ആയിട്ടൊന്നും ഇല്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു 99% ആൾക്കാരും അങ്ങനെ പറയില്ല. കാരണം എന്താണ് റെപ്രിക്കഷൻ എന്ന് അറിയാൻ പറ്റാത്തോണ്ട് ഡയറക്റ്റ് ആയിട്ട് ആരും പറയില്ലല്ലോ. ഇറ്റ് ഈസ് എല്ലാവരും മറ്റേതല്ല, ഒളിച്ചിരുന്ന് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി ധൈര്യം. ഞാൻ പക്ഷെ കണ്ടത് ഡയറക്റ്റ് ഇതേപോലെ എനിക്ക് ഈ ബൈറ്റ് കൊടുക്കാൻ താല്പര്യമില്ല, കാർഡില്ലാത്തവർക്ക് ബൈറ്റ് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണം. കുറെ പേരുടെ മൈൻഡിൽ കാണും, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അധികം ആളുകളെ നമ്മുടെ ഈ റീസെന്റ് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ അതാ ഞാൻ ഓപ്പൺ ആയിട്ട് റിയാക്ട് ചെയ്തല്ലോ എന്ന് അതാ പറഞ്ഞത്. സുരേഷിന്റെ പടത്തില് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്താ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് സുരേഷിന്റെ മോനല്ലേ? അതെ 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 അതെ, അതാണ് റീസൺ. പക്ഷെ എനിക്കൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു പ്രസ് മീറ്റിനാണോ സുരേഷേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു മാധവിന്റെ ഡയലോഗിനെ ആ ഒരു കണ്ണൊക്കെ തെറിച്ച് പറയുന്നു. സുരേഷേട്ടൻ തന്നെ അത് ഒരു ഫണ്ണിയ സൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? ആ, അപ്പൊ എന്താണ് കൂടുതലും എന്താ പറയാ ട്രിഗർ ചെയ്യുന്നത്? ഇപ്പൊ ഇങ്ങനെ വൾഗറാക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് പുള്ളിയുടെ അനിയന്റെ ആ സിനിമയില് ഒരു ഡയലോഗിനെ ഇപ്പം സ്ഥിരം എടുത്ത് ഇങ്ങനെ, എന്നാ ഡയലോഗും അല്ല ഇടുന്നത്, അതിൽ അക്ഷരം മാറ്റിയിട്ടൊക്കെയാണ് ഇടുന്നത്. എന്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, ഞാൻ വേണം കാണിച്ചു തരാം. അപ്പൊ അത് ചെയ്യുന്ന ജനതയുടെ നിലവാരമാണോ പ്രശ്നം, അതോ എന്റെ അനിയൻ ആ സിനിമ ചെയ്തതാണോ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ നല്ല കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചർച്ച ചെയ്ത് വീട്ടിൽ ഇതൊരു തമാശ സംഭവം തന്നെയാണോ? അതേ ഡയലോഗ് വെച്ച് ഞാൻ ചിലപ്പോ എന്റെ അനിയനെ കളിയാക്കുമായിരിക്കും. ആ ഡയലോഗ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇല്ല, അനിയന്റെ റിപ്പീറ്റ് ചെയ്തോ? അത് നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ തമാശയാക്കി ട്രോൾ ആക്കാറുണ്ട്? പുറത്തുനിന്ന് ഒരാള് അണ്ണൻ തമ്പിയിൽ പുറത്തുനിന്നൊരാൾക്കും തമാശ രൂപേണയൊക്കെ ആക്കാം, പക്ഷെ അതിനെ ഒരു വൾഗറാക്കി പുള്ളിയെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ ചെയ്യരുത്. അതൊക്കെ ആയിരിക്കും അവരെ പിന്നെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അവര് പിന്നെ വലുതാവുമ്പം അവരുടെ ഒരു റിബല്യസ് മെന്റാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിൽക്കും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറയുന്ന ഒരു സാധനമായിരിക്കും ആ കാലത്ത് ചിലപ്പോൾ പ്രശ്നമായിട്ട് വരിക. ഇതൊക്കെ കേൾക്കുമ്പോ പുള്ളി സീമിംഗ്ലി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കും, പക്ഷെ എന്നെക്കാളും 7 വയസ്സുള്ളതാ. അപ്പം എനിക്ക് ഭയങ്കര കുഞ്ഞാ ഭയങ്കര. അപ്പം എനിക്ക് തോന്നുന്നു അവന് വിഷമം വരുമല്ലോ, മനുഷ്യൻ തന്നെ അല്ലേ, എത്രയൊക്കെ ഇങ്ങനെ അല്ല എനിക്ക് കുഴപ്പമില്ല എന്ന് കാണിച്ചാലും നോർമലി എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ വി ഷോ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ഐ ഡോണ്ട് കെയർ. എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ ആദ്യം തന്നെ വരുന്ന സമയത്ത്? ഇല്ല, ഞാൻ അത്രയ്ക്കൊന്നും അധികം ഡീറ്റെയിലിംഗ് പോകാറില്ല. ഞാൻ പറയും, എടാ ഞാൻ 8-9 കൊല്ലമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് എന്നെ എത്രത്തോളം അറിയാമെന്ന്. നിന്നെ അത്രയും എളുപ്പത്തിൽ തന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞു, നീ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതെ അതെ അതെ, എല്ലാത്തിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ.